എല്ലാവർക്കും നമസ്കാരം. മഴയും പിന്നെ കാറ്റും പേമാരിയും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള കാലാവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ നമ്മുടെ ലക്കി ബാംബു എന്ന പ്ലാന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഈ പ്ലാന്റുകൾ 3-4 പോട്ടിൽ ഞാൻ കുറേ നാളായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഇനി അതിനകത്തുനിന്ന് എങ്ങനെ പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ പ്ലാന്റിനെ പറ്റി കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ നമുക്ക് സമ്പത്ത് പിന്നെ സമൃദ്ധി എല്ലാം ധാരാളമായിട്ടുണ്ടാകും. ഇതിന് പിന്നെ പല ഭാഗങ്ങളിലുണ്ട്, തെക്ക് വടക്ക് പടിഞ്ഞാറ് അങ്ങനെയൊക്കെ കുറേ വിശ്വാസങ്ങളുണ്ട്. അതൊന്നും എനിക്കറിയില്ല, ആ വിശ്വാസത്തിലല്ല ഞാൻ നട്ടത്. അപ്പോൾ എങ്കിൽ കൂടെ ഇത് നമുക്ക് നല്ല ശുദ്ധവായു തരുന്ന ഒരു പ്ലാന്റാണ്. മുളവർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ശുദ്ധവായു പ്രദാനം ചെയ്യും. നമ്മളുടെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ മുറ്റത്തോ ഒക്കെ വളർത്തുകയാണെങ്കിൽ, കട്ട് ചെയ്യാതെ ഇത് വളർത്തുകയാണെങ്കിൽ ഇത് നല്ല ഹൈറ്റിൽ പോകും കേട്ടോ. അപ്പോൾ വലിയ പോട്ടിൽ വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് നല്ല സുരക്ഷിതമായി വളരുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കാറ്റൊക്കെ പിടിക്കുമ്പോൾ വളഞ്ഞു പോകും. അപ്പോൾ ഞാൻ ശരിക്കും സൈഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകി കൊടുക്കണം, നിറയെ പൊടിയൊക്കെ പിടിക്കൂലേ. അപ്പോൾ അത് നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും നമ്മളുടെ മനസ്സിന്. ഇത് കാണുമ്പോഴും ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കണ ഈസിയാണ്. ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് ഇലകൾ കളഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര കമ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 15, 20 കമ്പുകൾ മുറിച്ചതിന് ശേഷം വേര് പിടിക്കുന്ന ഭാഗം നോക്കി ഇലകൾ കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ വെച്ചാലും 2 മാസം കൊണ്ട് വേര് വരും. അല്ലെങ്കിൽ നമ്മൾ മണലിൽ വെച്ചാലും വേര് വിടും. എന്നിട്ട് പിന്നെ നമ്മൾ പോട്ടിലേക്ക് വലിയ പോട്ടുകളിൽ മാറ്റിയാൽ മതി. അപ്പോൾ ഇതെപ്പോഴും നല്ലതാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ, ഒരു ദോഷവും വരത്തില്ല. നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാവും ഇത് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇല്ലാത്തവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. ഇത് നല്ല ഉയരത്തിൽ പോയാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കേണ്ടതും കൂടി വരും കേട്ടോ, അല്ലെങ്കിൽ കാറ്റ് പിടിക്കുമ്പോൾ ഇത് വളഞ്ഞു പോകും. പോട്ട് വലുതാണെങ്കിൽ നല്ല രസത്തിൽ നമ്മളുടെ മുറ്റത്ത് ഇത് വളർത്താൻ പറ്റും. നമുക്കൊത്തിരി ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധവായു നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇത് വാങ്ങുമ്പോൾ ഒക്കെ നമുക്കൊരു പോട്ട് വാങ്ങുമ്പോൾ ഒക്കെ അവരത് സെറ്റ് ചെയ്ത് റിബണൊക്കെ ഇട്ടൊക്കെ ഭംഗിയായിട്ട് തരും. പക്ഷേ അതെല്ലാം ഒന്നും പിടിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കട്ടെ. ബായ്.